തെക്കൻ ഗാസയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ നാസർ ആശുപത്രിയിൽ ഞായറാഴ്ച രാത്രി ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുകയാണ്. പാലസ്തീൻ തീവ്രവാദ സംഘടനയായ ഹമാസിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ഉൾപ്പെടെയുള്ള കുറഞ്ഞത് 5 പേരെങ്കിലും ഈ ഒരു ആക്രമണത്തിൽ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖാൻ യൂനിസിലെ ആശുപത്രിയുടെ സർജിക്കൽ കെട്ടിടത്തിൽ വലിയ തീപിടുത്തമുണ്ടായതും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹമാസും ഈ വാർത്ത സ്ഥിരീകരിച്ചു. ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ ഇസ്മായിൽ ബഹ്റൂവും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസും ബന്ധപ്പെട്ട ഷഹാബ് വാർത്താ ഏജൻസി അറിയിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ നിന്നും പ്രവർത്തിക്കുന്ന ഹമാസ് തീവ്രവാദികളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യവും സമ്മതിച്ചു. എന്നിരുന്നാലും ബർഹൂം ഖാൻ യൂനീസ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് ഹമാസ് അവകാശപ്പെട്ടതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ ഗാസയിൽ യുദ്ധം പുനരാരംഭിച്ചപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ അപ്രതീക്ഷിത വ്യോമാക്രമണത്തോടെ നാസർ ആശുപത്രി മരിച്ചവരെയും പരിക്കേറ്റവരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. ഗാസയിലെ മറ്റ് മെഡിക്കൽ സൗകര്യങ്ങളെ പോലെ യുദ്ധത്തിലുടനീളം ഇസ്രായേലി അക്രമങ്ങൾ കാരണം ആശുപത്രിയിലേക്ക് വ്യാപകമായ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിൽ ഏകദേശം 50,000-ലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. രാത്രിയിലെ ഇസ്രായേലി വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് 26 പാലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു. ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. സാധാരണക്കാരുടെ മരണത്തിന് ഹമാസിനെ ഇസ്രായേൽ ആവർത്തിച്ച് കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം 17 മാസം നീണ്ടുനിന്ന യുദ്ധത്തിലെ ഏറ്റവും മാരകമായ ദിവസങ്ങളിൽ ഒന്നായി മാറിയ അപ്രതീക്ഷിത അക്രമങ്ങളിലൂടെ ഡസൻ കണക്കിന് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്തതായി ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടു. ഞായറാഴ്ച ഹമാസ് മറ്റൊരു നേതാവും അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോയിലെ പ്രമുഖ അംഗവുമായ സലാ ബർദാവിൽ മുവാസിയിൽ നടന്ന ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും അദ്ദേഹത്തിന്റെ ഭാര്യയും കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അതേസമയം റഫേലെ കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച തെൽ അൽ സുൽത്താൻ പ്രദേശത്തു നിന്നും ആയിരക്കണക്കിന് പാലസ്തീനികളെ ഒഴിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം ഉത്തരവിടുകയും ചെയ്തു. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ മുവാസിലേക്ക് നടന്നു നീങ്ങുകയും ചെയ്തു. വൃത്തിഹീനമായ ടെന്റ് ക്യാമ്പുകൾ നിറഞ്ഞ വിശാലമായ പ്രദേശം. യുദ്ധം ഗാസയിലെ 2 ദശലക്ഷത്തിലധികം വരുന്ന ജനസംഖ്യയിൽ ഭൂരിഭാഗത്തെയും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കി പലപ്പോഴും പല തവണകളിലായി. വെടിനിർത്തൽ അവസാനിച്ച ഉടൻ തന്നെ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കി. ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച 1 വർഷത്തിലേറെ നീണ്ട പോരാട്ടത്തിന് വിരാമമിടുകയായിരുന്നു. ആക്രമണത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും കൂടുതലും സാധാരണക്കാരായിരുന്നു കൊല്ലപ്പെട്ടതിൽ. 251 പേരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട്. തടവുകാരിൽ ഭൂരിഭാഗവും വെടിനിർത്തൽ കരാറുകളിലൂടെയോ മറ്റു കരാറുകളിലൂടെയോ മോചിക്കപ്പെട്ടവരാണ്.